എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ കാര്യത്തിലെടുക്കാം. നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തിക ലാഭം. ഞാൻ നേരത്തെയും പറയാറുണ്ട്, സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മളെ ഒരു പ്രശ്നവും ബാധിക്കാറില്ല. പക്ഷേ സാമ്പത്തിക ലാഭം വന്നുകൊണ്ടിരിക്കുന്നത് സാലറി കിട്ടുന്ന സമയത്തേക്ക് നഷ്ടങ്ങൾ, ഗൾഫിൽ പോയാലും നഷ്ടം, നാട്ടിൽ നിന്നാലും നഷ്ടം, ഏത് ജോലി ചെയ്യുന്നാലും സാമ്പത്തിക നഷ്ടം. നമ്മുടെ ഈ ക്യാഷ് ഇരിക്കുന്നത്, ക്യാഷ് വരുന്നുണ്ട്, പല വഴിയിലൊക്കെ പോകുന്നു, നഷ്ടങ്ങളോട് നഷ്ടങ്ങൾ. വീട് വെക്കാൻ പറ്റുന്നില്ല, വിവാഹം നടന്നില്ല, സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവരുണ്ട്, പല രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏത് വിധത്തിൽ മാറാം? ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ, ജോലിക്ക് പോകാതെ സാമ്പത്തികം എന്തായാലും ഉണ്ടാകില്ല അല്ലേ. ചില ഭക്തജനങ്ങളൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, തിരുമേനി ലോട്ടറി എടുത്താൽ പോരെയെന്ന്. അപ്പോൾ എനിക്ക് ഉള്ള ഒരു മറുപടി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ലോട്ടറി എടുക്കുന്ന വെച്ചാൽ ലോട്ടറിയും കൊണ്ട് ഉപജീവനമായിട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോട്ടറി എടുക്കുന്നത് അല്ലേ. അടിക്കാതിരിക്കുകയോ ഒക്കെ ഇത് ഈശ്വരൻ്റെ കയ്യിലാണ്. പക്ഷേ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി യൂട്യൂബ്സിലൊക്കെ വീഡിയോ ഉണ്ട്. അതൊക്കെ ചുമ്മാതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ ലോട്ടറി എടുത്ത് വെച്ചാൽ പോരെ, അതിൻ്റെ ആവശ്യം മതി. എല്ലാവരും ലോട്ടറി എടുത്താൽ പോരെ. ഇപ്പോൾ എനിക്ക് ലോട്ടറി എടുത്താൽ പോരെ, എനിക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, ജോലിക്ക് പോകാതെ പൈസ വരത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമുക്ക് സാമ്പത്തിക തടസ്സം മാറാൻ വേണ്ടി വഴിപാടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടി നമുക്ക് സാമ്പത്തികം പേസിൽ നിന്നും ഇറങ്ങാനും സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പേസ് കാണും അല്ലേ. ചിലവർ മൊബൈലിൻ്റെ എടുത്ത് വെക്കാറുണ്ട്. കൂടുതലും അമ്മമാരുടെ കയ്യിലാണ് പേസ് ഇരിക്കുന്നത്. ചേട്ടന്മാരുടെ കൈ അപൂർവമാണ് പേസ് കൊണ്ട് നടക്കുന്നവർ. എന്തായാലും പേസ് ഉള്ളവർ ഒരു കാര്യം ചെയ്യുക, ₹1 നാണയം എടുക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വൈഷ്ണവ രീതിയിലുള്ള ദുർഗാക്ഷേത്രമായിരിക്കണം, ഭുവനേശ്വരി ക്ഷേത്രമായിരിക്കണം. ഒരിക്കലും ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. വൈഷ്ണവ രീതിയിലുള്ള ദുർഗാദേവിയോ ഭുവനേശ്വരി ദേവിയോ എടുത്ത് അശ്വാരൂഢ മന്ത്രം ₹1 108 തവണ ജപിച്ച് തരാൻ പറയണം. തിരുമേനിയെടുത്ത് പറയണം, തിരുമേനി ഇത് ₹1, ഇത് നോക്കിച്ചപ്പോൾ പറഞ്ഞ് 108 ഒരു അശ്വാരൂഢ മന്ത്രം ജപിച്ച് തരാൻ പറയണം ഈ ₹1. എന്നിട്ട് ഈ ₹1 ചുമന്ന പട്ടിനകത്ത് ഒന്ന് കെട്ടുക. എന്നിട്ട് ഈ പട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നൂല് വെച്ച് കെട്ടുക. നൂല് വെച്ച് കെട്ടിയിട്ട് നമ്മുടെ പേസിനകത്ത് വെക്കുവാണെങ്കിൽ സാമ്പത്തിക വശീവും നമ്മുടെ കാര്യതടസ്സങ്ങൾ മാറി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പേസിനകത്ത് ഇട്ടാൽ മതി, ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ പേസിനകത്ത് വെക്കാം, അഥവാ മൊബൈലിനകത്ത് വെക്കുന്നതിൻ്റെ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ കവറൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു തള്ളലുണ്ടാകും. ₹1 ആയുണ്ട്. കഴിവതും പേസിനകത്ത് തന്നെ വെക്കുക. അഥവാ പേസിനകത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കടയൊക്കെ ആണെങ്കിൽ നമ്മുടെ കടയിലെ കൗണ്ടറിനകത്ത് മേശോർന്ന് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ഭക്തജനങ്ങളോട് പറയുന്നത്, വൈഷ്ണവ രീതിയിലുള്ള ദുർഗാക്ഷേത്രമോ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഭദ്രകാളി ക്ഷേത്രമല്ല, വൈഷ്ണവ രീതിയിലുള്ള ദുർഗാദേവിയോ ഭുവനേശ്വരിയോ ദേവിയോ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം, ₹1 കൊടുത്തിട്ട് അശ്വാരൂഢ മന്ത്രം ഇത് 108 തവണ ജപിച്ച് തരാൻ പറയണം. എന്നിട്ട് ആ ₹1 തിരുമേനിയുടെ ഇന്ന് മേടിച്ച്, ശാന്തിയുടെ ഇന്ന് മേടിച്ചിട്ട് ചുമന്ന പട്ട് ചെറുതായിട്ട് കീറുക. കീറിയതിനകത്ത് എന്ത് ചെയ്യണം, ഈ ₹1 വെച്ചിട്ട് നമ്മൾ ചെറിയ നൂലിട്ട് കെട്ടി നമ്മുടെ പേസിലോ നമ്മുടെ അലമാരിയിലോ, നമുക്ക് കടയൊക്കെ ആണെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ വെക്കൂടി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഒപ്പം തന്നെ സാമ്പത്തികത്തിനേക്കുള്ള വഴികൾ തുറന്നു വരികയും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത്രയും ഒരു ശക്തിയുണ്ട് അശ്വാരൂഢ മന്ത്രം. അപ്പോൾ അശ്വാരൂഢ മന്ത്രം ₹1 ജപിച്ച് പേസിനകത്ത് വെക്കാം, നമ്മുടെ സ്ഥാപനത്തിൽ വെക്കാം, നമ്മുടെ വീടിന് അലമാരി വെക്കാം. ചുമന്ന പട്ട് എടുക്കുക, ചെറിയ നൂല് കൊണ്ട് അത് കെട്ടുക. നൂല് കൊണ്ട് നമ്മൾ കെട്ടുന്ന ഉദ്ദേശിക്കുന്ന പട്ട് അഴിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ വരും. ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർക്ക് ഹോട്ടലിൽ കച്ചവടം കൂടി സാമ്പത്തിക ലാഭം വരും. കടയാണെങ്കിൽ കടയിൽ കച്ചവടം കൂടും. പേസിനകത്ത് നമ്മൾ സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും ഞാൻ പറയുകയാണ്, ₹1 തിരുമേനിയുടെ കൊടുക്കുക. അശ്വാരൂഢ മന്ത്രം 108 തവണ ജപിച്ചു തരാൻ പറയുക. ചുമന്ന പട്ടിനകത്ത് പൊതിന് ചെറിയ നൂല് വെച്ച് കെട്ടി പേസിനകത്തോ അതേപോലെ തന്നെ നമ്മുടെ അലമാരിയിലോ അതേപോലെ തന്നെ നമ്മൾ കടയിലുള്ള കൗണ്ടറിൽ വെക്കുക. ദുർഗാദേവിയോ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഈ പറയുന്ന കാര്യം ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ